ഹായ് കൂട്ടുകാരെ, ബ്രില്യൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെയൊക്കെ വീട്ടിൽ പ്ലംബിങ് കഴിഞ്ഞാൽ വേസ്റ്റായിട്ട് വരുന്ന കട്ട് പീസുകളായിട്ടുള്ള PVC പൈപ്പുകൾ നമുക്ക് എങ്ങനെ റീയൂസ് ചെയ്യാം എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ആ ഒരു PVC പൈപ്പ് ഹീറ്റ് ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇട്ടാലോ. ആദ്യം വേണ്ട ഇതുപോലത്തെ ഒരു 3 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ് കേട്ടോ. ഒരു 20 സെൻറ്റിമീറ്റർ നീളം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇതിങ്ങനെ കറക്റ്റാക്കി വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു കട്ടർ ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഇവിടുന്ന് ഇങ്ങോട്ട് ടാപ്പ് വെച്ചിട്ട് ഒരു 10 സെൻറ്റിമീറ്ററും ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ടാപ്പ് വെച്ചിട്ട് ഒരു 6.5 സെൻറ്റിമീറ്ററും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തെറ്റിട്ട ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നോസ് പ്ലെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് അതൊന്ന് എടുത്തതിന് ശേഷം ഇതുപോലത്തെ ഫയൽ കൊണ്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയാണ്. അതിൻ്റെ സെൻറ്റർ പൊളിച്ച് വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്ത് അത് നൂർത്തിയെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് വെച്ചിട്ട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെറ്റായി കിട്ടും. ഇനി നമ്മൾ ഹീറ്റ് ചെയ്ത് നിവർത്തിയ ഒരു ഷീറ്റിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഇത് വെച്ചിട്ട് നമുക്കതിൻ്റെ ഉൾവട്ടം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഉൾവട്ടം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് 5 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ. അതേപോലെ തന്നെ ഇതുപോലെ ഒന്നും, അതേപോലെ ഇതുപോലെ 2 എണ്ണം, പിന്നെ ഇതുപോലെ ഒരു ഹാൻഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇവിടേക്കായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലത്തെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ഒരു പീസ് എടുത്തിട്ട് ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെയായിട്ടും വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമുക്കിതിവിടെ അങ്ങനെ വെക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതിങ്ങനെ തുറക്കാൻ എടുക്കാനും വേണ്ടിയിട്ട് ഇതിന് മുകളിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ഈ ഒരു ഹാൻഡിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതെന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒരു ഹോൾ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ ഭാഗത്തായിട്ട് വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇനി നമ്മൾ രണ്ടാമത്തെ കഷ്ണം എടുത്തിട്ട് ഇതുപോലെ 2 ചെറിയ ഹോളുകൾ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന അനാപ്പൗണ്ടാണ്. ഈ അനാപ്പൗണ്ട് വെച്ചിട്ട് നമ്മൾ ഉള്ളിൽ ഇറക്കി വെച്ചിട്ടുള്ള ആ ഒരു വട്ടത്തിൻ്റെ അരികിൽ ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പ് ഒന്ന് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമ്മൾ 3ാമത്തെ 4ാമത്തെ കഷ്ണം എടുത്തിട്ട് ഇതുപോലെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഡ്രില്ല് ഉപയോഗിച്ചിട്ട് ഹോളിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഹോളിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു കട്ടർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഡ്രില്ലിൽ ഇതുപോലത്തെ ഒരു ബിറ്റ് ഇട്ടിട്ട് നമുക്കതിൻ്റെ ആ കട്ട് ചെയ്ത ഭാഗം ഒന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ 2ഉം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് PVC എടുത്തിട്ട് ഇതുപോലെ നെറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിൽക്കുന്ന വിധത്തിൽ നമ്മൾ വേറെ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് അതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് പശ തേച്ച് ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിട്ട് കിട്ടും. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ വേറൊരു പൈപ്പ് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസിൻ്റെ ഉള്ളിലേക്ക് ഇത് കയറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ട ഇതുപോലത്തെ 2 സ്പീക്കറുകളാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 3ാമത്തെ പീസിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സ്പീക്കർ ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് ആ ഹോൾട്ട് വെച്ചിരിക്കുന്നത്. അവിടെ ആ സ്പീക്കർ അതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് RL വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. അടുത്ത നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഈ 4ാമത്തെ ഈ കഷ്ണം എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ 2 കുഞ്ഞു ഹോളിലൂടെ നമുക്ക് 2 വയറുകൾ കോർത്തെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആ ഒരു കഷ്ണത്തിൻ്റെ ഹോളിലൂടെ കോർത്ത് വെച്ചിട്ട് ആ ഒരു കഷ്ണം നമ്മുടെ സ്പീക്കർ ഒട്ടിച്ച 3ാമത്തെ കഷ്ണം തമ്മിൽ ഒരു 2.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് പൈപ്പ് എടുത്തിട്ട് ആ ബ്ലാക്ക് പൈപ്പിൻ്റെ അറ്റം നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ബൾബ് വെച്ചിട്ട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എയർ ഹോളിൻ്റെ അവിടെ വെക്കാനായിട്ടുള്ള ആ ഒരു പൈപ്പ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ 5ാമത്തെ പീസിൽ ഒരു ഹോളിട്ട് വെച്ചിട്ടുണ്ട്. ആ ഹോളിലൂടെ അത് കയറ്റി വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ബോർഡ് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്ക് PVC പൈപ്പ് ഹീറ്റ് ചെയ്ത് നിർത്തിയിട്ട് ഇതുപോലെ ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വെക്കുന്നത്. അവിടെ നമ്മൾ കട്ട് ചെയ്ത് ഹോളാക്കി വെച്ചിട്ട് ഇത് അതിനകത്ത് പ്രസ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു പൈപ്പിൻ്റെ കനം കമ്മിയാക്കിയിട്ട് നമുക്കിതൊന്ന് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ബാറ്ററി നമ്മൾ പാരലായിട്ട് കണക്ഷൻ ചെയ്ത് വെച്ചിട്ട് +ന്ന് 2 വയറും -ന്ന് 2 വയറും സോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്രീൻ വയറിൽ നമ്മൾ 2 റെഡ് വയർ 2 വൈറ്റ് വയറും ഇങ്ങനെ ടാപ്പ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് പതുക്കെ വലിച്ചാണ് നമുക്ക് പുറത്തേക്ക് എടുക്കാം കേട്ടോ. ഇനി ഒരു ബ്ലൂ കളർ വയറിൽ നമ്മളൊരു ഗ്രീൻ കളർ വയറും അതേപോലെ വേറൊരു ബ്ലൂ കളർ വയറും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ വലിച്ചെടുത്തിട്ട് ഈ ഒരു കുഞ്ഞു ഹോളിലൂടെ കോർത്തിട്ട് നമുക്ക് ഇങ്ങനെയാക്കി വെക്കാം.
നമ്മൾ ഈ ഒരു ബാറ്ററിയിൽ ഡബിൾ ടാപ്പ് ഒട്ടിച്ചിട്ട് നമുക്ക് ഈ ഒരു കേസിൻ്റെ ഉള്ളിൽ ബാറ്ററി ഒന്ന് ഉറപ്പിച്ച് വെക്കാം. ശേഷം ഒരു തെർമോക്കോളിൻ്റെ പീസ് വെച്ച് ജാമാക്കിയിട്ടുണ്ടെങ്കിൽ സെറ്റായിട്ട് നിൽക്കും. ഇനി 2 ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു അടപ്പുമ്മേ. ഇനി 2 സ്ക്രൂകൾ വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല സെറ്റായിട്ട് അവിടെ നിൽക്കും. രണ്ടാമത്തെ സ്പീക്കർ എടുത്തിട്ട് ആ സ്പീക്കറിലേക്ക് നമ്മൾ ആ 2 വയറുകൾ സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ പതുക്കെ ഇറക്കി വെച്ച ശേഷം നമുക്കതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമ്മുടെ സ്പീക്കറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ 2 ഉണ്ടാക്കി എടുത്തിട്ട് അതിൽ കളർ അടിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ സ്ക്രൂ വെച്ചിട്ട് നമ്മളിതൊന്ന് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ 5ാമത്തെ കഷ്ണത്തിൽ നമ്മൾ ഇതുപോലെ വരിക്ക് ഹോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ചാർജിങ് സ്ലോട്ട് വയ്ക്കാനുള്ള ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ആ ഒരു എയറോളിൻ്റെ അവിടെ ഒരു LED ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ട ഇതുപോലത്തെ മൈക്രോ സ്വിച്ചുകളാണ്. നമ്മുടെ ബോർഡിലേക്കുള്ള സ്വിച്ചുകൾ വെക്കുന്നതിന് വേണ്ടി ഇതുപോലെ സംഭവം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഈ സ്വിച്ചുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ നാറലായിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഡയഗ്രം പ്രകാരം നമ്മൾ ചാർജിങ് ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബോർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ബോർഡിൽ നിന്ന് നമ്മുടെ സ്വിച്ചിൻ്റെ കണക്ഷൻസ് നമ്മൾ സോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ സ്വിച്ചിലേക്ക് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇനി നമ്മൾ ബോർഡ് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ 2 കുഞ്ഞു കഷ്ണങ്ങൾ ഒട്ടിച്ച് അതിനൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കിവിടെ അങ്ങനെ പ്രസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചാർജിങ് ഇൻഡിക്കേറ്ററിൻ്റെയും അതേപോലെ ചാർജിങ് സ്ലോട്ടിൻ്റെ കണക്ഷന് നിങ്ങൾക്കിപ്പോൾ ഡയഗ്രത്തിൽ കാണുന്ന വിധത്തിൽ നമ്മൾ സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 സ്ക്രൂകൾ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ബോർഡ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ബാറ്ററി പോസിറ്റീവ്, ബാറ്ററി നെഗറ്റീവ്, സ്പീക്കർ പോസിറ്റീവ്, സ്പീക്കർ നെഗറ്റീവ് എല്ലാ കണക്ഷൻസ് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം അനാപൗണ്ട് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ അനാപൗണ്ട് ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു എയറോൾ കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഇതിങ്ങനെ പ്രസ് ചെയ്ത് ഇറക്കി വെച്ചിട്ട് നമുക്കിത് സ്ക്രൂ ചെയ്ത് ടൈറ്റാക്കി കൊടുക്കാം. നമ്മൾ ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ 2 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കർ തറയിൽ വെക്കുന്ന സമയത്ത് ഉരുണ്ടു പോകാതിരിക്കാനാണ് ഇത് 2 നമ്മളിവിടെ ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളെടുത്തിട്ടുള്ള ഇതുപോലെ ഒരു ഹാൻഡിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഹാൻഡിൽ നമുക്ക് ഇവിടെ ആയിട്ട് വെച്ചൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചാർജ് കയറുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാണ്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും റെഡ് ഇൻഡിക്കേറ്റർ കത്തുന്നത്, അതേപോലെ ഇപ്പുറത്തും. ഇനി നമുക്കിതൊന്ന് ഓണാക്കി കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ പവർ വരുന്നത്. ഇനി നമുക്ക് ഇതിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കി കൊടുക്കാം കേട്ടോ. കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിൽ പാട്ട് വയ്ക്കാം. നമുക്കൊരല്പം മണലെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും അറിയിക്കും. എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയായില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ എയറോൾ ചെക്ക് ചെയ്യാനായിട്ട് എയറോളിലേക്ക് ഒരല്പം തെർമോക്കോളിൻ്റെ പീസുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഷെയർ ചെയ്യണേ. പുതിയൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം.